അധ്യാപക മേഖലയിൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. 20 വർഷക്കാലം സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അവസരത്തിൽ തന്നെയാണ് പിന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ടീച്ചിങ് മേഖലയിൽ സെറ്റില്ലാത്ത സാലറി, നല്ല സാലറി ഒക്കെ ഉള്ള സമയത്ത് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്റെ സ്വപ്നങ്ങൾ അതിന്റെ മേധ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ചെയ്ത് നോക്കാം എന്ന രീതിയിൽ ഏറ്റെടുത്താണ്. ആഴ്ചയിൽ ഒരു 1000 രൂപ കിട്ടുകയാണെങ്കിൽ 4 ആഴ്ച കൊണ്ട്, അതായത് ഒരു മാസം 4000 എക്സ്ട്രാ ഉണ്ടാക്കാമല്ലോ. ആ രീതിയിലാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയെ സമീപിച്ചത്. അപ്പൊ അങ്ങനെ ഏറ്റെടുത്ത ഒരു കമ്പനിയാണ് മൈൻഡ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. പക്ഷെ ഞാൻ 1000 കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ പ്ലാൻ പറയാൻ പോയി, ആവേശത്തിൽ പ്ലാൻ പറയാൻ പോയി. പക്ഷെ ഒരാൾ എന്നോടൊപ്പം ജോയിൻ ചെയ്തില്ല തുടക്കത്തിൽ. ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മള് ലീഡർ എടുത്തുനിന്ന് അല്ലെങ്കിൽ GTA സെന്ററിൽ നിന്ന് നമ്മള് കമ്പനി പ്ലാനൊക്കെ കേൾക്കും. നമ്മൾ ആ ആവേശത്തിൽ പോയിട്ട് എന്ത് ചെയ്യും, പല ആൾക്കാരോടും പ്ലാൻ പറയും. പ്ലാൻ പറയാനുള്ള പക്വത എത്തിയിട്ട് മാത്രമേ പ്ലാൻ പറയാവുള്ളൂ. അല്ലെ നമ്മളോട് നമ്മുടെ ലീഡർ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ഞങ്ങൾ കൂടെ വരും, ഞാൻ കൂടെ വരും, നമ്മൾ സപ്പോർട്ടോട് കൂടി ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിന് കാത്തു നിൽക്കൂല, ആവേശമാണല്ലോ 2,10,000 പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ഞാനൊരു ഒരു 1-2 മാസം സ്വന്തം ശ്രമിച്ചിട്ടൊന്നും ഒരാളെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്റെ ലീഡറെയും കൂട്ടി പോയിട്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത്. അന്ന് 35,000 ക്ലോസ് ചെയ്തു. ആ സെയിൽസ് കാണിച്ച് ഞാൻ വേറൊരാളെ എനിക്ക് 25,000 പ്രൊഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ ആഴ്ചയിൽ വരുമാനം 4,184 രൂപയാണ്. അത് ഒരാഴ്ചയിൽ 1000 പ്രതീക്ഷിച്ചാൽ അതിന് 4 ഇരട്ടി ഇവിടെ കിട്ടി. അതാണ് മൈ ലൈഫിന്റെ പ്രത്യേകത. നമ്മൾ ആഗ്രഹിക്കുന്ന 4 ഇരട്ടിയോ 10 ഇരട്ടിയോ എത്രയോ കിട്ടും. കാരണം എന്താ, ഈ പ്ലാനിന്റെ പൊട്ടൻഷ്യൽ അതാണ്. ഈ പ്ലാനിന്റെ സാധ്യതയാണത്. എത്ര ടേൺ ഓവർ നമ്മൾ ടീമിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നോ ആ ടേൺ ഓവറിന്, അത് ആരൊക്കെ കൊണ്ടുവന്നും നമുക്കറിയില്ല. ഒരു റേഞ്ച് കഴിഞ്ഞാൽ ആ ടേൺ ഓവറിന്റെ മാച്ചിങ് ബിസിനസ് പോലെ കറക്റ്റ് ആയിട്ട് കിട്ടും. എല്ലാ വീക്കിലും കിട്ടും. ഈ കമ്പനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താ, 13ഓളം വരുമാനം ഒരു സെയിലിൽ വരും. നമ്മൾ അതിപ്പോ തുടക്കക്കാരൊന്നും അതിന് ശ്രദ്ധിക്കണ്ട. തുടക്കക്കാർ 2-3 വരുമാനത്തെ പറ്റി മാത്രം ശ്രദ്ധിച്ചാൽ മതി. റാങ്ക് കയറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അധിക വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് പല ആൾക്കാരും പറയുന്നത്, ഇത് ലീഡർമാർക്ക് മാത്രമേ കിട്ടുന്നു. സത്യത്തിൽ അങ്ങനെയാണോ? ലീഡർമാർക്ക് അതൊരു കണക്കിൽ സത്യമാണ്. കാരണം ലീഡർ ആകുമ്പോൾ അവരുടെ ടീമിൽ കുറെ ആൾക്കാരെ നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് കിട്ടുന്നത്. ഈ ലീഡർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇല്ലേ? ഇവിടെയുള്ള ഇന്ന് ജോയിൻ ചെയ്ത അല്ലെ നാളെ ജോയിൻ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൂടെ എത്ര ആൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ പതിയെ തുടങ്ങി. തുടക്കത്തിൽ പക്ക നെഗറ്റീവാണ് ഫീൽഡ്. അന്നൊന്നും ഇത്ര അധികം ഉൽപ്പന്നങ്ങളൊന്നുമില്ല. അന്ന് പിന്നെ ഞാൻ തുടങ്ങിയ സമയത്ത് 2018 ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഐഡിയ തന്നെ അതിന് മുമ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് ഈ 2018 ജനുവരിയിലാണ് എന്റെ ആദ്യാഴ്ച വരുമാനം വരുന്നത്. ജനുവരി മാസത്തിലാണ് ഫസ്റ്റ് ഇൻകം ഇറങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ ഒരു 7 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇറങ്ങി ഫീൽഡിലെത്തും. ഒരു 8:45 വരെ ഫീൽഡിൽ വർക്ക് ചെയ്യും. തിരിച്ച് വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നിച്ച് കൊണ്ടുപോയിട്ട് സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് പല ദിവസവും. പലപ്പോഴും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ 4 മണിക്ക് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും വൈഫും വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പോക്കും വരവും ഒക്കെ. വൈഫിനെ ഞാൻ വീട്ടിൽ ഇറക്കിയിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ ഇറക്കിയിട്ട് വീണ്ടും ഞാൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒക്കെ നെഗറ്റീവാണ്, കളിയാക്കലുകളാണ്. പക്ഷെ അവിടെയാണ് എനിക്ക് എന്റെ ഒരു ഇന്ധനമായിട്ട് തോന്നിയത് വെച്ചാൽ, ഈ കളിയാക്കിയ ആളുകൾ എടുത്ത് നമ്മളിത് കാണിച്ചു കൊടുക്കണമല്ലോ. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞാനൊരു പൊട്ടനായിട്ടല്ല ഇതിന് ഇറങ്ങിയത് എന്നുള്ളത് പ്രൂവ് ചെയ്യണല്ലോ. അതിന്റെ ഒരു ആവശ്യമായി മാറി. ഞാൻ ലേശം അഭിമാനിയാണ്. ഞാൻ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ആണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പിന്നെ സ്കൂളിൽ നിന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ 2,10,000 വരുമാനം കിട്ടുന്ന പരിപാടിയാണല്ലോ. ഇടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ ഇവരെടുത്ത് നിന്ന് ഞാൻ വട്ടം വരയ്ക്കും. ഇങ്ങനെ എന്റെ സഹപ്രവർത്തകർ മുന്നിൽ ഇരുന്നു അവർക്കും വട്ടം വരച്ച് കാണിച്ചു നോക്കി, ഇവരെങ്ങനെ നമ്മളെ കൂടെ വന്നാലോ.
അവരെയും കൊണ്ടുവരാന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരുന്നു സംഭവം. പക്ഷെ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെടുത്തുനിന്ന് ഒരു ഉൽപ്പന്നം പോലും വാങ്ങിച്ചില്ല. ഒരു ഉൽപ്പന്നം പോലും വാങ്ങിച്ചില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക? ലാടവൈദ്യൻ, രാത്രി മാത്രം പണി, അതേപോലുള്ള പിന്നെ ഞാൻ 2-10 പറയുന്നതിനുണ്ട്. പിന്നെ അവർ പറയും, പിന്നെ ഷോർട്ട് നെയിം ഒക്കെ ആയിരുന്നു വിളിക്കല്. ചില സുഹൃത്തുക്കൾ എന്നെ 2-10 എന്ന് വിളിക്കും. ഷോർട്ട് നെയിം മാറ്റിയിട്ട് NKS, അങ്ങനെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ NKS, PKS അങ്ങനെയുള്ള ഓരോ പേര് ഇനീഷ്യൽ കൂട്ടിയിട്ടാണ് വിളിക്കുക. അത് ചുരുക്കത്തിൽ അതെന്തിനാ വെച്ചാൽ ഈ ടൈം ടേബിൾ ഒക്കെ ഇടുമ്പോൾ അതിൽ വലിയ ഇത് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പേര് ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് പിന്നെ എന്ത് ഹരായി മാറിയെന്നല്ല, ചില ആൾക്കാർ, ചിലർക്ക് എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് ഹരായി മാറുന്നത് 2-10 2-10 എന്നുള്ളത് തന്നെ കളിയാക്കാനുള്ള ഒരു നമ്പറാക്കി മാറ്റി. അപ്പോ എങ്ങനെയെങ്കിലും 2-10 അടിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അതെന്ന് വെച്ചാൽ നല്ലൊരു ടീമും നന്നായിട്ട് പിന്നെ നമ്മളെ ഒരേ ഇതിൽ ഇതാകുന്ന ഒരു ടീമും ഒക്കെ ആയി വരുമ്പോൾ ഓട്ടോമാറ്റിക് സംഭവിച്ചോളൂ. അപ്പൊ പ്ലാൻ ചെയ്തിട്ട് സംഭവിപ്പിക്കാം. അപ്പൊ അത് നടന്നിട്ടില്ല. പക്ഷെ ആഴ്ച വരുമാനം 48,000 റുപ്യ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്ലി എനിക്ക് സ്കൂൾ കിട്ടുന്നതിനേക്കാൾ ഇൻകം ഇതിൽ വന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ മാസം സ്കൂൾ വാങ്ങുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ ഇൻകം വരുത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയാ പോകുന്നത്. പിന്നെ ഞാൻ അതിനൊരു പരിഹാരം കണ്ടുവെച്ചത് എങ്ങനെയാ വെച്ചാല്, ഞാൻ ഫസ്റ്റില് തുടക്കകാലം മുതൽ ഈ ഇൻഡസ്ട്രി എന്റെ കൈ കിട്ടിയെന്ന് മുതൽ ഞാൻ എന്റെ വെഹിക്കിള് അല്ലെങ്കിൽ ഞാൻ പോകുന്ന ബൈക്ക് എന്നുള്ളത് മാറ്റി നേരെ കാറിലേക്ക് മാറി. അത് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ ഡിക്കിയിൽ നിറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് വെക്കാം. അപ്പൊ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ബിസിനസ് നടക്കും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് പിന്നെ അല്ലെങ്കിൽ സൗകര്യമാണല്ലോ നമ്മളിത് ചെയ്യുമ്പോൾ, നമുക്ക് എന്ത് വേണം, വെറുതെ കഷ്ടപ്പെടാനല്ലല്ലോ, കുറച്ചും കൂടി സുഖം അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് ഏറ്റെടുത്തത്. അപ്പോ ഫസ്റ്റില് ഒരു ആൾട്ടോ കാറാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ആ കാർ അങ്ങ് മാറ്റി വെച്ചാൽ. വയനാട്ടിലൊക്കെ എനിക്കൊരു ലീഡ് ഉണ്ടായിരുന്നു. അന്ന് വയനാട്ടിലൊക്കെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ആ ടീമൊന്നും അങ്ങനെ ഇന്നിപ്പോ ഉഷാറായിട്ട് വന്നിട്ടൊന്നുമില്ല. ആ ടീമിന്റെ അടുത്തൊക്കെ പോയി വരുമ്പോൾ ഞാൻ മീനങ്ങാടി നിന്നൊക്കെ 9:45 അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ആ ആൾട്ടോ കാർ ഏകദേശം 8 വർഷം പഴക്കമുള്ള ആൾട്ടോ കാറായിരുന്നു. ആൾട്ടോ 8 വർഷമൊക്കെ പഴക്കമുണ്ട് അന്ന് സമയത്ത്. ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ ആ കാർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കാറ് ചുരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോ ഞാൻ ചിലപ്പോൾ തോന്നിയതാണ്, പേടി തോന്നിയാ എങ്ങാനും എന്തെങ്കിലും തകരാറ് വന്നാലോ, അത്രയും പഴക്കമുള്ള കാറല്ലേ എന്ന് വന്ന രീതിയിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ആ കാറങ്ങ് മാറ്റി പുതിയൊരു ടിയാഗോ എടുത്തു. ആ പുതിയ പിന്നെ ആ ടിയാഗോയിലായി എന്റെ യാത്ര. അതിന് ചിലരൊക്കെ പറഞ്ഞതറിയോ, ഇയാൾ എന്തിനാ ഈ കാറുമായിട്ട് വരുന്ന ഒരാൾക്ക് വരാൻ, അയാൾക്ക് ആ സ്കൂട്ടറിനോ അല്ലെ ബൈക്കിന് വന്നാൽ പോരെന്ന്. നമ്മളെ കാര്യങ്ങൾ അവർക്ക് അറിയില്ലല്ലോ. നമ്മളെന്തിനാ കാരണം വരുന്നത്, നമുക്ക് ബിസിനസ്സും നടക്കും. പിന്നെ ഇത് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം 1,000 രൂപയുടെ പെട്രോൾ ഞാൻ അന്ന് ടിയാഗോയിൽ അടിക്കുന്നുണ്ട് എവറി ഡേ. അതിൽ അത്രയും ഓട്ടമുണ്ട്. രാവിലെ ഓടും, വൈകുന്നേരം ഓടും, രാത്രി 12 മണി വരെ എന്നുള്ള രീതിയിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഒരു 3 വർഷം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ടീം ഡെവലപ്പ് ആയത്. ഒരു 3 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 2 വർഷം കൊണ്ട് ആണ് ഞാൻ എന്ത് STC ആവുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ പുതുതായിട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു അയ്യൂബ് സാറൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കൊണ്ട് പിന്നെ STC ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോ അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് റാങ്കിലേക്ക് കയറി വന്നത്. പക്ഷെ ഇങ്ങനെ പിടിച്ചു നിന്ന് ചെയ്തത് എന്റെ മെയിൻ ഒരു കാരണം എന്താ വെച്ചാൽ, അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ കാരണം എന്റെ നേട്ടങ്ങൾ എന്നെ കളിയാക്കിയ ആളുകളും കാണണം. 2, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്ലാൻ പറയാനുള്ള വ്യക്തികളൊക്കെ ഇതേപോലെ എന്താണ്, ഒന്നുകിലും അധ്യാപകര്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളാണ്. രാവിലെ ഇറങ്ങിപ്പോയാലേ കാണും, 10 മണിക്ക് പോയാലും അവരെ കാണില്ല. അപ്പൊ നമ്മളെ സമയപ്പോഴാണ്, ഇവരെ കാണുന്ന സമയത്തല്ലേ നമുക്ക് ഇവരോട് ബിസിനസ് പറയുള്ളൂ. അപ്പൊ അതൊരു സൗകര്യമായി. അപ്പൊ സ്കൂളൊക്കെ അറിയുന്നുള്ള ഗുണം എന്താ വെച്ചാൽ, ചുരുങ്ങിയ ടൈമേ എന്തുണ്ടാവുള്ളൂ, പീരീഡ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ക്ലാസ് ടൈം ഉണ്ടാവുള്ളൂ. അല്ല ഫുൾ ടൈം ഒന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, വേണ്ട. ലഞ്ച് ബ്രേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ ടീ ബ്രേക്ക് ഉണ്ട്, അതേപോലെ തന്നെ ലിഷർ, പിന്നെ നമുക്ക് വല്ലാതെ പീരീഡ് ഉണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോ ശരിക്കും 24 hours തന്നെ ഞാൻ എന്തിലുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ, എന്റെ മനസ്സിൽ ഈ ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാർട്ട് ടൈം ആയിട്ടും 5 വർഷം എടുത്തു ഞാൻ ഒരു
പിന്നെ എന്ത് ചെയ്യാൻ 1 CR മാച്ച് ചെയ്യാൻ 1 കോടി മാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ 5 വർഷം പാർട്ട് ടൈം ആയിട്ട് 1 കോടി മാച്ച് ചെയ്ത് ഒരു ലീഡർ മൈ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം അവരെന്ത് ചെയ്യും, അവരൊക്കെ അപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഫുൾ ടൈമർ ആവും. പക്ഷെ ഞാനത് ചെയ്തത് ഒരു വിഡ്ഢിത്ത. ശരിക്കും ഞാൻ 5 വർഷം കൊണ്ട് ഇവിടെ 5 വർഷം കൊണ്ട് എന്താവുന്നുണ്ട്, ITC വരെ ആവുന്നുണ്ട് ആളുകൾ. 5 വർഷം വേണ്ട, ഒരു 5 വർഷം കൊണ്ട് ITC വരെ ആവുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ മേഖലയിൽ എത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും ഒരു ട്രെയിനിങ്ങിലൊക്കെ കേൾക്കുന്ന ഒരു വാചകമാണ്, ചൂസ് ദ കറക്റ്റ് പ്ലേസ് വേർ യു ക്യാൻ ഷൈൻ. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ അയൂബ് സാറിന് ഗൾഫിൽ നല്ല രീതിയിൽ പിന്നെ ജോലിയൊക്കെ ഉണ്ടായി, നിങ്ങളെ ലീഡറാണ്. അപ്പോ അവിടെ നല്ല ജോലിയും നല്ല സാലറി ഒക്കെ ഉണ്ട് എന്നാണ് സാർ കേട്ടത്. പക്ഷേ ഇവിടെയോ അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മറ്റു ഫാമിലിയിലെ ആൾക്കാരൊക്കെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചിരുന്ന ആളാണ് അയ്യൂബ് സാറ്. പക്ഷെ അയ്യൂബ് സാർ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തു? ഫുൾ ടൈം അത് ഉപേക്ഷിച്ച് ഇവിടെ വന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ്. ആ മനസ്സിലാക്കുന്നത് അതിന് തിരിച്ചറിവ് എന്നാ പറയാ. തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കിട്ടുന്നത് എവിടെ നിന്ന്? സിമ്പിള്. ഈ ബിസിനസ് ഞാൻ എന്റെ അഭിപ്രായം, ഞാൻ എപ്പോഴും പറയാനുള്ള വാചകമാണ്, ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ വേണ്ടത് ഒരു സൂത്രവാക്യമുണ്ട്. സിമ്പിളാണ് സൂത്രവാക്യം. ലീഡേഴ്സിനെ അനുസരിക്കുക. ഒരാളെ അനുസരിക്കുക എന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലേശം ബുദ്ധിമുട്ടാണ്. മനുഷ്യ സ്വഭാവമാണെന്ന് എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഞാനാണ് സംഭവം എന്ന് വിചാരിക്കും, ഞാനാണ് സംഭവം, മറ്റൊന്നൊന്നും അത്ര പോരാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുവന്ന ലീഡർ ഒരുപക്ഷെ അയാളെ കാഴ്ചപ്പാടില്ലേ, അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരാളെ താഴ്ത്തി പറയാൻ പറ്റും. അയാളെ കാഴ്ചപ്പാടില് എന്റെ അത്ര പോരാ അവൻ, എന്റെ അത്ര പോരാ അവള് എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, മേൽക്കൈ എന്തിനാ? അയാളുടെ ഈഗോയ്ക്കാണ്. ഒരു കാരണവശാലും അയാൾ പറയുന്ന കാര്യം അനുസരിക്കില്ല. ഞാൻ പറഞ്ഞത് എന്നോട് തന്നെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പുളമെ അറിയാൻ പോണ്ട. ഞാൻ പോയി 2 മാസം 3 മാസത്തോളം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു, അയാളൊന്നും കൂട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തെ അനുസരിച്ച സമയത്താണ് എനിക്ക് സെയിൽസ് വന്നത്, എന്റെ ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട, അയാളെ ആശ്രയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ആ ടെക്നിക്ക് ഞാൻ പഠിച്ചു, എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നുള്ള ടെക്നിക്ക് ഞാൻ പഠിച്ചു. അപ്പോ ആ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ലീഡർ സഹായം വേണ്ട. അത് ഞാനിവിടെ പറയുന്ന പ്രത്യേകിച്ച് കാര്യമാണ്, നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത് ചില തിരിച്ചറിവുകളാണ്, ചില നോളജുകൾ വേണം. അതിനേക്കാൾ ഉപരി ചില തിരിച്ചറിവുകളാണ് വേണ്ടത്. ഒന്ന്, ഐ ഡി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് വേണേ പ്രതികരിക്കട്ടോ. ID എന്ന് പറഞ്ഞാൽ എന്താ? അനിത മേഡോ പറയാൻ പറ്റോ? പറഞ്ഞോളൂ. അല്ലെ ആരെയും ഒന്ന് മ്യൂട്ടോളാക്കി പറയോ? കംപ്ലീറ്റ് മ്യൂട്ടാണ് സാറേ. സാറേ ID മ്യൂട്ടാ സാറേ, മെസ്സേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. ID എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അല്ലേ? ID എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, വിതരണ അവകാശം. അതായത് സ്വതന്ത്ര വിതരണ അവകാശമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തന്നത്. ഈ തിരിച്ചറിവ് പലർക്കും ഇല്ല. ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനം. അതായത് ലീഡറുടെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതിന് തുടക്കത്തിൽ എന്ത് വേണം? ലീഡറുടെ മാർഗ നിർദ്ദേശങ്ങൾ നിർബന്ധമാണ്. തുടക്കത്തിൽ മാത്രമല്ല കേട്ടോ. ഞാനൊക്കെ ഇപ്പൊ എന്തൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ അപ്ലയൻസിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എന്റെ സ്വന്തമായിട്ടൊരു തീരുമാനം ഞാൻ എന്താ പറയാ നടപ്പിലാക്കാറില്ല ലീഡേഴ്സിന്റെ. പക്ഷെ ഞാൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോ അവര് പറയുന്നത് മാനിക്കാൻ അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത കാണിച്ചാൽ മതി നമ്മള്.
സിമ്പിൾ ആണ് സംഭവം. കാരണം അവര് പറയുന്നത് അവര് മുമ്പ് ചെയ്ത് പരാജയപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് ഇന്ന രീതിയിൽ അങ്ങനെ ചെയ്യണം, ഹോം മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യണം, ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട രീതി ഇന്നതാണ്, ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി ഇന്നതാണ്, അതേപോലെ തന്നെ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളിലും പങ്കെടുക്കുക എന്നുള്ളത്, അങ്ങനെ ആ ഒരു സിസ്റ്റം ഉണ്ട് ഇതില്. ആ സിസ്റ്റം ലീഡേഴ്സ് പറഞ്ഞുതരും, ലീഡേഴ്സിനെ അറിയുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് അതേപടി അനുസരിക്കാൻ പറ്റും. പിന്നെ സിസ്റ്റത്തിന്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് സൂം മീറ്റിംഗ്. ഇപ്പൊ ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലീഡേഴ്സും പല ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. രാവിലെ വരണേ, രാവിലെ ഈ മീറ്റിംഗ് പങ്കെടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞ് എല്ലാവരും പങ്കെടുത്തു ഇവിടെ ഉണ്ടാവില്ല. പല ആൾക്കാർക്കും രാവിലെ ഈ തണുപ്പിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. പക്ഷെ ഇത് സ്കിപ്പ് ചെയ്യും. അല്ല, ഈ ഒരു സംഗതി സ്കിപ്പ് ചെയ്യും. സത്യത്തിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതിന് കൊണ്ട് എന്താ അവർക്ക് സംഭവിക്കുന്നത്? കുറെ തിരിച്ചറിവ് അല്ലെങ്കിൽ കുറെ നോളജ് കിട്ടില്ല. പക്ഷെ ഇതൊക്കെ പിന്നെയും കിട്ടൂല എന്നുള്ള ചിന്തിക്കും. പക്ഷെ ഈ ഒരു സിസ്റ്റം നമ്മുടെ ടീമിൽ, എന്റെ ടീമിൽ നന്നായി നടക്കുന്നുണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ ഇൻകം കിട്ടുക. ഇപ്പോഴുള്ള ഈ ഒരു സിസ്റ്റം ഇവിടെയുള്ള ഇപ്പോ എന്താ അബ്ദുൽ അസീസ് സാർ എന്നുണ്ട്. അബ്ദുൽ അസീസ് സാറിന്റെ ടീമിൽ ഈ ഒരു സിസ്റ്റം നടക്കുന്നുണ്ടെങ്കിൽ അബ്ദുൽ അസീസ് സാർ നല്ലൊരു ലീഡർ ആയിരിക്കും, നല്ലൊരു ഇൻകം അദ്ദേഹത്തിന് കിട്ടും. അപ്പൊ അയൂബ് സാറിന്റെ ടീമിൽ ഈ സിസ്റ്റം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള റാങ്കിലുള്ള ലീഡേഴ്സിന് ഈ സിസ്റ്റം പിന്നെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുണ്ട്, അയൂബ് സാറിന് നല്ല ഇൻകം ഉണ്ടോ. അപ്പൊ ആരൊക്കെ ടീമിലുള്ള മെമ്പർമാർ ഈ സിസ്റ്റത്തിലുണ്ടോ ആ ലീഡർക്ക് നല്ല വരുമാനം കിട്ടും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ തുടക്കക്കാരനും ആ കാര്യം സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത്, ഈ വിജയിക്കാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നത് GTS സെന്ററുകളാണ്. അത് GTS സെന്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ MI ലൈഫ് സ്റ്റൈലിന്റെ യഥാർത്ഥ വിശ്വരൂപം കാണാൻ പറ്റുന്ന ഒരു പിന്നെ എന്താ പറയുക വേദിയാണ്. കാരണം അവിടെ നമുക്ക് 30,000 രൂപ വരുമാനം വാങ്ങിയ ആള് മുതൽ കോടികൾ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാനുള്ള അവസരമുണ്ട്. പല ആൾക്കാരും പല പല മേഖലയിൽ നിന്ന് വന്നുള്ളതായിരിക്കും. സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അലുവണ്ടാക്കുന്ന പണിന്ന് വന്ന ആളുണ്ട്. നമ്മളെ പിന്നെ അയാൾ എക്സ്പീരിയൻസ് പറഞ്ഞ അത് അൽതാഫ് സാർ പറയുന്നത്, ഞാൻ അലുവണ്ടാക്കുന്ന പണിയായിരുന്നു. 4ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. പക്ഷെ 9 മാസം കൊണ്ട് അദ്ദേഹം ഇതിന്റെ സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള 2,10,000 വാങ്ങിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയും. അപ്പൊ ഇങ്ങനെയുള്ള പല വാക്കുകൾ കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരായ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യും, അങ്ങനെയാണ് എനിക്കിത് പോസിബിൾ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ട് പല ആൾക്കാർ പരാജയപ്പെടുന്നു? ഒറ്റ ഉത്തരേ ഉള്ളൂ, അവരിലുള്ള ഈഗോ അവർ എടുത്തു മാറ്റാൻ തയ്യാറായില്ല. അതന്നെ. എന്നിട്ട് പറഞ്ഞ അവരുടെ ഈഗോ അവരെടുത്തു മാറ്റാൻ തയ്യാറായില്ല. എന്താ ഈഗോ? ഞാൻ വലിയ സംഭവമാണ്, എനിക്കറിയാതൊക്കെ എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യും. ലീഡർ പറയുന്ന റൂട്ടിലേക്കേ പോകില്ല. ലീഡേഴ്സ് വിളിക്കുന്ന മീറ്റിങ്ങിലേ പങ്കെടുക്കില്ല. അപ്പൊ ഞാനെന്താ നിർത്തി എന്ന് പറയുന്ന ആൾക്കാർ, എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഒക്കെ എക്സ്പയറി ആയിപ്പോയി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറെ സാധനം വാങ്ങി വെച്ചിരുന്നു. എങ്ങനെയാ എക്സ്പയറി ആവുന്ന പ്രൊഡക്റ്റ്? ആ പ്രൊഡക്റ്റ് അയാളെ കയ്യിലുണ്ടെന്ന് അയാളെ കുടുംബത്തിനോടോ വീട്ടുകാരോടോ നാട്ടുകാരോടോ അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞാലല്ലേ അവര് ഇങ്ങനെ സാധനം ഇയാളെ കയ്യിലുണ്ട്, എനിക്ക് ഉപയോഗപ്പെട്ട സാധനമാണ്, ഞാനത് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ പർച്ചേസ് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഹോം മീറ്റിങ്ങുകളൊക്കെ വെക്കുന്നത്. നമ്മൾ ഹോം മീറ്റിംഗ് വെച്ച് 5-10 ആൾക്കാർ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ 2-3 ആള് വരും. അവരെ ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഈ തുടക്കക്കാരൻ വേണോ? ആ ഒരു ഹോം മീറ്റിംഗ് വെച്ചിട്ട് തന്നെ ലീഡർമാർക്ക് എന്ത് സന്തോഷമുള്ള കാര്യമാണ്. ലീഡേഴ്സ് അവിടെ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തി എല്ലാ സെറ്റപ്പും ചെയ്ത് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അവിടെ എന്ത് ചെയ്യും, പ്ലാൻ പ്രസന്റ് ചെയ്ത് നല്ല ചാർജിൽ എന്ത് ചെയ്തോളൂ, ഈ പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തോളൂ. അവിടെ ഓൺ സ്പോട്ട് അവിടെ സെയിൽസ് തന്നെയാണ്. പക്ഷെ പല ആൾക്കാർക്കും ഈഗോ കാരണം അത് ചെയ്യൂല. കാരണം എന്താ, ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ അയാൾ എന്ത് വിചാരിക്കും? ഞാൻ എപ്പോഴും പറഞ്ഞ AEV എന്ന് പറഞ്ഞ അസുഖമാണ് ഇവിടെ ക്യാൻസറിനേക്കാൾ ഏറ്റവും വലിയ അസുഖമാണ്. ക്യാൻസറിനേക്കാൾ എയ്ഡ്സിനേക്കാളൊക്കെ ഏറ്റവും ഭീകരമായ അസുഖം AEV ആണ്. AEV തന്നെ അവർ എന്ത് വിചാരിക്കും? ഇതാണ് എല്ലാവരും പ്രശ്നം. ഞാൻ മീറ്റിങ്ങിലേക്ക് വിളിച്ചാൽ അവരെന്ത് വിചാരിക്കും? അങ്ങനെ മീറ്റിംഗ് നടത്തൂല, ഹോം മീറ്റിംഗ് നടത്തൂല. അപ്പോ ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ലീഡേഴ്സ് പറയുന്ന അതേപടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് പതിയെ ഡെവലപ്പ്. ഇങ്ങനെ തന്നെയല്ലേ ഇവിടെയുള്ള ITCകളും WTCകളും അതേപോലെ തന്നെ ഡയമണ്ട്സും ക്രൗൺ ഡയമണ്ടും ഒക്കെ ഉണ്ടായത് ഈ സിസ്റ്റത്തിലൂടെ പോയിട്ടാണ്. അല്ലാണ്ട് മൊബീൻ സാറ് ഒരു പിന്നെ നമ്മുടെ ടോപ്പ് ലീഡർ മൊബീൻ സാറ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എന്തായതല്ല.
റോയൽ ഡയമണ്ടും ക്രൗൺ ഡയമണ്ടും ഒന്നും ആയി മാറിയതല്ല. അയാളും ഇതേപോലെ തന്നെ എന്താ പറയാ ചെറിയ റാങ്കിൽ വന്ന് DC ആയി, റൂബി ആയി, അല്ല റൂബി ആയി DC അങ്ങനെ 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 കയറി വന്ന തന്നെയാണ് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പാർട്ട്, ഒന്നാമത്തെ സ്റ്റെപ്പാണ് മോർണിംഗ് മീറ്റിംഗ്. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇപ്പൊ GTS. എവറി വീക്ക് നമ്മൾ GTS സെന്ററിൽ പോകണം, എല്ലാ ആഴ്ചയും. ഇപ്പൊ ചിലർ പറയും ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടത് തന്നെയല്ലേ ഇപ്പോഴും കേൾക്കുന്നത്, എന്റെ കൂടെ ആരും ഇല്ല വരാൻ, ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല. വിളിച്ചിട്ട് ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താ അറിയോ? നമ്മൾ ആളത്തെ മുന്നിൽ പോയിരുന്നത് ഞാൻ ചെയ്ത പണിയാണ്. ഞാൻ ഏറ്റവും മുന്നിൽ റോയിൽ പോയിരിക്കും, എന്ന് ഞാൻ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ കൂടി കൂട്ടിയിരുത്തിയിട്ട് ഒരു സെൽഫി എടുക്കും. ആ സെൽഫി ഞാൻ വിളിച്ചിട്ട് വരാത്ത എന്റെ സുഹൃത്തിനെ അയച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മെസ്സേജ് എന്താ? എടാ പൊട്ടാ, നീ വന്നില്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട്, നിന്നെ പോലെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് പറയേണ്ട ആവശ്യമില്ല, ഇതങ്ങ് അയച്ചു കൊടുത്താൽ മതി. ആ അടുത്ത വിളിക്കുവോ, അതിന്റെ അടുത്ത് വിളിക്കുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിളിക്കുക അയാൾ വരും. ഫോളോ അപ്പ് അത് വേണം. വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് നിർത്തലല്ല, വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് ഉണ്ട്. ഞാന് കാരപ്പറമ്പിൽ ഒരു ഷോപ്പിലുള്ള ഒരു വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്തതിന്റെ കഥയാണ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വൈഫ് കോളേജ് വിട്ട് വരുന്ന സമയം വരെ എനിക്ക് വൈഫിനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ആ സമയത്ത് ഞാൻ അറിയാം, ഇയാളുടെ ഷോപ്പിന്റെ മുന്നിൽ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, പാർക്കിംഗ് സൗകര്യം ഉണ്ട്, കാറ്. അപ്പൊ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇയാളെടുത്ത് പോകും. ഇയാളെടുത്ത് പോയി നല്ല ലോക്കൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ ബിസിനസ്സൊക്കെ പറയും. ബിസിനസ് പറഞ്ഞ് കുറെ ഒരു ദിവസം അയാൾ എന്നോട് പറയാ, മാഷ് നിങ്ങൾ കുറെ ദിവസമായില്ലേ വരുന്നത് പറയുന്നത്, ഞാൻ എന്തായാലും നാളെ നിങ്ങൾ ഓഫീസിലേക്ക് വരാന്ന്. അന്ന് പൂളാടിക്കുന്ന ഓഫീസുള്ളത്, നാളെ നിങ്ങൾ ഓഫീസിലേക്ക് വരാൻ പർച്ചേസ് ചെയ്യാതെ പറഞ്ഞു. അങ്ങനെ നിരന്തരം വന്നതിന് ഞാനാ പോകാനുള്ള മെയിൻ കാരണം എന്താ? ഒന്ന്, എനിക്ക് അവിടെ കാറും പാർക്ക് ചെയ്ത് വൈഫിനെ കാത്തിക്കണം. ഇയാൾ വിചാരിക്കുന്നത് എന്താ, ഇയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാതെ കൊണ്ടുവരാൻ കിട്ടിയാൽ നന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട്. സംഭവം ശരിക്കും സത്യത്തിൽ ഞാനവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വൈഫിനെ വെയിറ്റ് ചെയ്യാം. അപ്പോ നിങ്ങൾ കുറെ ആയില്ല വരുന്നത്, ഞാൻ എന്തായാലും നാളെ വരും കേട്ടോ കാരണം. അങ്ങനെ ഉച്ചയാകുമ്പോ പിറ്റേന്ന് ഉച്ചക്ക് ഇയാൾ പറഞ്ഞ് രാവിലെ ടൗണിൽ പോയി പർച്ചേസ് ഒക്കെ ചെയ്തിട്ടാണ് വരിക. ഇയാൾക്ക് ആദ്യം അവിടെ പോകണം, ഒയാസിസ് കോമ്പൗണ്ടിലൊക്കെ പോയിട്ട് ഇയാൾക്ക് വേണ്ട സാധനം ഹോൾസെയിൽ സാധനം എടുത്തിട്ട് വേണം വരിക. ആ പരിപാടി കഴിഞ്ഞിട്ട് വരാന്നാണ്. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് വിളിക്കട്ടെ തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ടൈം ആകുമ്പോൾ ഈ പൂളാടിക്കുന്നിലെത്തി അയാൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തു. അപ്പൊ ഫോളോ അപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഫോളോ അപ്പ് നൽകിയ നമുക്ക് നമ്മൾ ഓഫീസ് എവിടേക്ക് മാറ്റി, നടുവണ്ണൂരേക്ക് മാറ്റി. നടുവണ്ണൂർ ഓഫീസ് വന്നല്ലോ. നടുവണ്ണൂർ ഓഫീസ് വന്ന സമയത്ത് ഞാൻ സ്ഥിരം നടുവണ്ണൂരേക്ക് പോകുമ്പോൾ ഞാൻ മുമ്പ് പ്ലാൻ പറഞ്ഞൊരു ടീച്ചറുണ്ട്, ഒരു മാഷുണ്ട്. അദ്ദേഹത്തിനോടൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആ പോകുമ്പോഴൊക്കെ അവിടെ ഇവിടെ നമുക്ക് ഇവിടെ ഓഫീസിൽ കിട്ടുമെന്ന് പറയും, നമുക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ആക്കാൻ നോക്കാന്ന് പറയും, അല്ലാതെ എന്ത് ചെയ്യില്ല, ജോയിൻ ചെയ്യോ സ്വീകരിക്കോ പ്രൊഡക്റ്റ് വാങ്ങുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു എപ്പോഴാന്ന് എനിക്ക് ഓർമ്മല്ല, എന്നെ വിളിക്കാണ്, പക്ഷെ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പേരാമ്പ്രയ്ക്ക് വരുമ്പോ ഒന്ന് എന്നെ വിളിക്കണേ തരണം, പേരാമ്പ്രയ്ക്ക് വരുമ്പോ ഒന്ന് വിളിക്കണേ തരണം. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേന്നോ എനിക്ക് പേരാമ്പ്ര കടിയങ്ങാട് വർക്കുള്ളത്. അപ്പൊ ഞാൻ കടിയങ്ങാടേക്ക് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന്, അപ്പൊ വിളിച്ചു, ഞാനിങ്ങനെ ഇവിടെ പേരാമ്പ്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒന്ന് വീട്ടിൽ പറഞ്ഞത്, വീട്ടിലേക്ക് കയറി തന്നെ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി നോക്കുമ്പോൾ സംഭവം എന്താ വെച്ചാല്, നിങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, പേസ്റ്റ് ആയിട്ടും കഫ്നിയിലായിട്ടും അങ്ങനെ എന്തൊക്കെ സാധനമായിട്ട് വരുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളെ കൂടെ ചെയ്യാൻ, ഇതിന് ഐഡിയ അടിച്ചാല് ഡിസ്കൗണ്ട് സാധനം കിട്ടുന്നറിയുന്നത് നിങ്ങളാണല്ലോ എന്നോട് ആദ്യം പറയുന്നത്, എപ്പോഴും പറയുന്നത്. അപ്പൊ നിങ്ങളെ കൂടെ ചെയ്യാന്ന് പറഞ്ഞ് അയാൾ ഐഡിയ അടിച്ച് നോക്കും. അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ അതിനെന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന് വെച്ചു. അപ്പൊ നോക്കുമ്പോൾ 95 കഴിക്കേണ്ട കേസാണ്. അപ്പൊ ഞാൻ 95 നമുക്ക് ഇപ്പൊ തന്നെ പോയി വാങ്ങാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഐഡിയ അടിച്ച് PUC നടുവണ്ണൂര് ഉള്ള PUC പോയി സാധനം പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊടുത്തു. 2-3 തവണ അദ്ദേഹം അത് കഴിച്ചു, അവരെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ബിസിനസ്സിലേക്ക് ഒന്നും സീരിയസ് ആയിട്ട് വന്നിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെയുണ്ട്. ഫോളോ അപ്പിന്റെ കാര്യം അതാണ്. അപ്പൊ നമുക്കൊക്കെ എന്താ, ഈ ഈഗോ എന്ന് പറഞ്ഞ സംഭവം നമുക്കുള്ളതിനെ കൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഇവനോട് പറയുന്നു, ഇവൻ വിചാരിക്കില്ല ഇവന് ഇതേ പണിയുള്ളൂ, അല്ലെങ്കിൽ ഇവനെ പറ്റി എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, അല്ലെ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്.
ആ ചിന്ത വേണ്ട. ഓൻ എന്തെങ്കിലും വിചാരിച്ചോളൂ. അതിന്റെ മറുപടി AEV എന്നൊരു അസുഖത്തിനുള്ള മറുപടി അല്ലെ മരുന്ന് എന്ന് പറയുന്നത് AEV തന്നെയാണ്. അവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ടീം മെല്ലെ മെല്ലെ ഉണ്ടാക്കി വരാൻ പറ്റും, സിസ്റ്റത്തിൽ ഉണ്ടാക്കി വരാൻ പറ്റും. അപ്പൊ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏകദേശം ഒരു 100-ലധികം ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട് 2 ബ്രാഞ്ചിലൂടെ. 100-ലധികം ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ DTC, പിന്നെ STC ഏകദേശം 10ഓളം STCകളുണ്ട്. അപ്പൊ അവരുടെ ഇൻകത്തിന് അല്ലെങ്കിൽ അവരുടെ ഗോത്തിന് അവർക്കൊരു ആഴ്ച വരുമാനം നല്ല 1 ലക്ഷത്തിലേക്കൊക്കെ കയറ്റി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടില്ല. അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ ഞാനുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? നമ്മളെങ്കോ കണ്ടിന്യൂസ് 2,10,000 കയറും. ആ ഒരു സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. ആ സിസ്റ്റം പഠിക്കുക, ആ സിസ്റ്റത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോ അതിനെന്താ എന്തൊക്കെ ചെയ്യണം? ഈ പ്ലാൻ പറയാൻ, സാധാരണ വ്യക്തികൾക്ക് പ്ലാൻ പറയാൻ പ്രാക്ടീസ് വേണോ? പ്ലാൻ പറയാൻ പ്രാക്ടീസ് വേണോ? പ്ലാൻ പറയാന്നല്ല, ലോകത്തിൽ ഏത് തൊഴിൽ മേഖല ഉണ്ടോ, ഇതൊരു തൊഴിൽ മേഖലയായിട്ട് നമ്മൾ കാണണം. ശരിക്കും തൊഴിലല്ല കേട്ടോ. തൊഴിലിന്റെ ഒരു എന്തുമില്ലാത്ത ഒരു തൊഴിലിന്റെ ഒരു പിന്നെ തകരാറും ഇല്ലാത്തൊരു സംഭവമാണ് ഈ സംഭവം. തൊഴിൽ എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ ഏതൊരു തൊഴിൽ മേഖലയിൽ എന്തുണ്ട്? ട്രെയിനിങ് ഉണ്ട്. പോലീസുകാർക്ക്, സ്റ്റേഷനിലെ പോലീസുകാർക്ക് എന്തുണ്ട്? രാവിലെ പരേഡ് ചെയ്യണം, വേണ്ടേ? പിന്നെ ടീച്ചേഴ്സിന് എവറി മന്ത് ട്രെയിനിങ് ഇല്ലേ? എല്ലാ മാസവും ട്രെയിനിങ് ഇല്ലേ? എല്ലാം വേണ്ട. ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിനാണെങ്കിലും രാവിലെ അവർക്ക് എന്ത് ചെയ്യും? ഒരു റൗണ്ട് അപ്പ് വട്ടത്തിൽ ഇരുന്നിട്ട് അതിന്റെ ലീഡർ പിന്നെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കും. പിന്നെ കാറിന്റെ ഷോറൂമിലായാലും ബൈക്കിന്റെ ഷോറൂമിലായാലും പിന്നെ ഏത് ചെറിയൊരു ബിസിനസ് ആയിട്ട് നടക്കുന്നിടത്തിലൊക്കെ എന്തുണ്ടാവും? അവരുടെ ജോലിക്കാരെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ ടീമിനെ നിർത്തിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അവർക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇവിടെയോ അതിന് ആൾക്കാർ അതിന് നിൽക്കാൻ പലർക്കും പ്രയാസമാണ്. ഒരു ടീം മീറ്റിംഗ് വിളിച്ചാൽ ആ ടീം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രയാസമാണ്. ആ വീട്ടിലേക്ക് മീറ്റിംഗ് അല്ലെങ്കിൽ ഹോളിന്റെ ചെറിയൊരു റെന്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും, അതിന് പ്രയാസമാണ്. പക്ഷെ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാകുന്നവര് ഒരു 4-5 വർഷം തയ്യാറായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിസ്റ്റം ആ ടീമിൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾക്ക് ഇൻകം എന്താ പറയാ, മഴ പെയ്യും പോലെ വരുമാനം വരുന്ന ഇൻഡസ്ട്രിയാണിത്. പലരും പറയും നമുക്ക് പറ്റിയിട്ട് അല്ലെ നമുക്ക് കിട്ടിയിട്ട്, ചില ആൾക്കാരുണ്ട് കേട്ടോ, ഞാനൊന്ന് നല്ലൊരു പൊസിഷനിലാട്ടെ എന്നിട്ട് പറയും എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ. അപ്പോഴത്തേക്ക് എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും, വേറെ ഏതെങ്കിലും ടീമിൽ ഉണ്ടാവും. കാരണം ഈ ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല ഈ ബിസിനസ് ചെയ്യുന്നത്, വേറെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ശരി, തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ കോഴിക്കോട് വന്ന് ബിസിനസ് ചെയ്തിട്ട് ഇവിടെ സീലിംഗ് അച്ചീവറായി എന്ന് പറയുന്ന ലേഡീസിനൊക്കെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ കാണുന്നില്ലേ? ഇപ്പോ കോഴിക്കോട് വന്നിട്ടാണ് മറ്റൊരു സംസ്ഥാനങ്ങളിൽ വരുന്നത്. നമ്മൾ ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യാണ്? ദൂരം വഴിയിലേക്ക് പോകുന്നു. ഇവിടെയാണ് ശരിക്കും ഏറ്റവും നല്ല എന്താ പറയുക, ഇതിന്റെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് നമുക്ക് വേണ്ട നിധി. ശരിക്കും ആ നിധി പിന്നെ കാണാതെ പോവുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. കാരണം എന്താ, ഇവിടെ പല്ല് തേക്കാത്ത വ്യക്തികൾ ആരുണ്ടോ? ഇവിടെ സെയിൽസ് കൊണ്ടുവരാൻ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ ട്രിക്ക് എന്താ അറിയോ? ബ്രഷിന്റെ റേറ്റ് പറഞ്ഞു കൊടുക്കും. ബ്രഷിന്റെ റേറ്റ് എന്താ? ഇപ്പൊ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ബ്രഷ് 35-40-45 റുപ്യ ബ്രഷ് ആയിരിക്കും. ചിലർ 100 ബ്രഷ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ബ്രഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാരുണ്ട് കേട്ടോ, ഉപയോഗിച്ചിട്ട് ബ്രഷിന് അതൊന്നും വേണ്ട, 10 റുപ്യക്ക് ബ്രഷ് കിട്ടുന്നു. 10 റുപ്യക്ക് കിട്ടുന്ന ബ്രഷ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ഉണ്ടായ സാധനമാണ്. അതിങ്ങനെ തേച്ചാൽ അതിന്റെ പ്ലാസ്റ്റിക് കണികകൾ നമ്മളെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും, ക്യാൻസർ ഉണ്ടാകുന്ന സാധനമാണ്. അതേസമയത്ത് ആ ബ്രിസിൽസ് ഇപ്പൊ ഉണ്ട്, നമ്മള് പത്രത്തിലൊക്കെ കാണുന്ന പരസ്യം കാണുന്നില്ലേ, കോൾഗേറ്റ് സോഫ്റ്റ് ബ്രിസിൽസ്, ഞാൻ അതാ ഉപയോഗിക്കല്. അപ്പൊ ആ കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കല്. സോഫ്റ്റ് ബ്രിസിൽസ് കോൾഗേറ്റ് 75 രൂപ ഓൺലി. 75 റുപ്യാണ് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള പേസ്റ്റ് അല്ല ബ്രഷിന് ആര് വാങ്ങിക്കുന്നത്? കോൾഗേറ്റുകാരെ വാങ്ങുന്നത്. അത് നാട്ടിൽ ഇഷ്ടം പോലെ ചെലവാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബ്രഷോ സോഫ്റ്റ് ബ്രിസിൽസും ആണ്, അതിന്റെ മുകളിൽ പിന്നെ സിൽവർ അയോൺ കോട്ടിങ്ങും ഉണ്ട്. അതായത് ഈർപ്പത്തിന്റെ മുകളിൽ ഈർപ്പത്തിന്റെ മുകളിൽ എപ്പോഴും എന്തുണ്ടാവും? ബാക്ടീരിയൽ ഗ്രോത്ത് വരും. അപ്പോ
വെള്ളിന്റെ മുകളിൽ എന്ത് വരികയില്ല, ബാക്ടീരിയക്ക് വളരാൻ കഴിയില്ല. അതുകൊണ്ടാണ് സിൽവറിന്റെ അയോൺ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കിയത്. എന്തിന്? നമ്മുടെ ബ്രഷിന്റെ ബ്രിസിൽസിന്. അപ്പൊ സിൽവർ അയോൺ കോട്ടിംഗ് ഉള്ള ബ്രിസിൽസ് ഉള്ള പേസ്റ്റ് ബ്രഷാണ് നമ്മൾ വിൽക്കുന്നത്. അത് 4 എണ്ണമുള്ള പാക്കറ്റാണ് നമ്മൾ, ഒന്നല്ല 4 എണ്ണത്തിന്റെ പാക്കറ്റിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്രയ്ക്കാണ് കിട്ടുന്നത്? 95 രൂപയ്ക്കാണ് കിട്ടുന്നത്. അല്ലെ? നമ്മളൊരു ഫ്രണ്ട് 95 രൂപയ്ക്ക് വാങ്ങിക്കോട്ടെ, MRPന്റെ കാര്യം ചിന്തിക്കണ്ട. 95 രൂപയ്ക്ക് നമ്മൾ ബന്ധുവിനോ സുഹൃത്തിനോ 4 ബ്രഷ് കൊടുക്കാൻ കഴിയും. അയാള് അതേ ക്വാളിറ്റിയിൽ അത്രല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം വാങ്ങണമെങ്കിൽ 75 × 4 300 രൂപ കൊടുക്കണം. ആ 300 രൂപയ്ക്ക് പകരം ഇദ്ദേഹം എത്ര കൊടുത്താൽ മതി? 95 രൂപ കൊടുത്താൽ മതി. അദ്ദേഹത്തിന് ലാഭം എത്രയാണ്? 205 രൂപ ലാഭമാണ്. ഇത് അയാൾക്ക് അറിയില്ലല്ലോ. നമ്മളെ കയ്യിലല്ലേ ഈ സാധനം ഉള്ളൂ, ഇതിന്റെ വിലയെ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ സെയിൽസ് നടക്കുമല്ലോ? തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ 108 പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഈ 108 പ്രൊഡക്റ്റിനും പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ വില കുറച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് കിട്ടുക. അപ്പോ നമ്മൾക്ക് ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊടുത്താൽ പോലും ആരും സ്വീകരിക്കാതിരിക്കില്ല. പക്ഷെ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ട്രെയിനിങ് ഞങ്ങൾ അതിന് ചെയ്യുന്നത് പിന്നെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പുകൾ നടത്തും. ആ വർക്ക്ഷോപ്പുകളിൽ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന അതില് പിന്നെ പല ആൾക്കാരും കുറെ ഒബ്ജക്ഷൻ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വില കൂടുതലല്ലേ മറ്റേത് പറയുന്നില്ല, ഇതിനൊക്കെയുള്ള മറുപടി ആ ട്രെയിനിങ്ങിൽ കിട്ടും. അതൊക്കെ 2 ദിവസം നിന്നിട്ട് നമ്മൾ നടത്തുന്നത്. 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേറൊരു ചിന്ത ഉണ്ടാവില്ല. ഈ കാര്യത്തെ പറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് അവരെ ഉള്ളിലേക്ക് എടുക്കും. ഓട്ടോമാറ്റിക് അവർക്ക് ഫീൽഡ് പോയി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ കപ്പാസിറ്റി അവർക്ക് ഉണ്ടായി വരും. അപ്പൊ അങ്ങനെ പണിയെടുക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാവണം. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഓരോരുത്തരും ചിന്തിക്കുക. അപ്പൊ ലീഡറുടെ ടീം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ ഇതിൽ പറയും താഴോട്ട് നോക്കി പണിയെടുക്കണം അറിയും. താഴോട്ട് നോക്കി പണിയെടുത്താൽ നമുക്ക് മേലോട്ട് പോകാൻ പറ്റും. അതായത് മേലോട്ട് നോക്കി പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മേലോട്ട് എന്താ? ലീഡർ അവനെന്ത് കിട്ടുന്നുണ്ട്, അല്ലെ അവക്കെന്ത് കിട്ടും, അവള് പിന്നെ എന്താ ചെയ്യുന്നത് പിന്നെ എന്നുള്ള രീതിയിൽ നോക്കും. അവിടേക്കല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം. താഴെ നല്ലൊരു പൊസിഷൻ ഇവിടെ ഇല്ല കേട്ടോ ശരിക്കും. നമുക്ക് ശേഷം വന്നവർ നല്ലതാണ്. പക്ഷെ നമുക്ക് ശേഷം വന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വേഗത്തിലും നമ്മളെക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെ അല്ലേ ഉണ്ട്. ആദ്യം വന്ന ആളാണോ ഇവിടെ റാങ്ക് അടിക്കുന്നത്? അല്ലല്ലോ. ആദ്യം വന്നു എന്നുള്ളത് കണക്കൊന്നുമില്ല. ആദ്യം വന്നയാൾ എത്ര സ്പീഡിൽ അദ്ദേഹം പണിയെടുക്കുന്നു, എത്ര വേഗതയിൽ അദ്ദേഹം പിന്നെ പോകുന്നു. ഇവിടെ വേഗതയ്ക്കാണ് പ്രാധാന്യം. എത്ര വേഗത്തിൽ നമ്മൾ ആളുകൾ എത്തുന്നു, എത്ര വേഗത്തിൽ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാവുന്നു. നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്നാണ്. നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ്വർത്ത്. നിങ്ങൾക്ക് എത്രമാത്രം നെറ്റ്വർക്ക് ഉണ്ടോ, എത്രമാത്രം ആളുകളുമായിട്ട് ബന്ധമുണ്ടോ, എത്രമാത്രം ആളുകൾ നിങ്ങളുടെ ഐഡിക്ക് താഴെ വന്നിട്ട് നിങ്ങളെ ID ത്രൂ പർച്ചേസ് ചെയ്യുന്നുണ്ടോ, അല്ലെ നിങ്ങളുടെ ട്രീയിൽ വന്ന് പർച്ചേസ് നടക്കുന്നുണ്ടോ, അതിനനുസരിച്ച് നമ്മളെ ഇൻകം. സാറേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ 23.5 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 23.5 ലക്ഷം ബിസിനസ് വോളിയം അല്ല ക്യാഷ് 23 ക്യാഷും 23 ക്യാഷും ലെഫ്റ്റും റൈറ്റും നടന്നാൽ 2 ടീമിലൂടെ നടന്നു കഴിയുമ്പോൾ 2,10,000 ആ ട്രീയിൽ എന്തിനുള്ള ആ ID കിട്ടുന്ന ഇൻകം. ഇത് റെഗുലർ കിട്ടുന്നത് ശനിയാഴ്ച തന്നെ കിട്ടുന്ന ലീഡർമാർ ഇത് കമ്പനിയിലുണ്ട്. അതായത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തു. സജി പാർക്കിൽ നിന്നുള്ള ലീഡർ നമ്മളെ മുബീൻ സാറിന്റെ ഒക്കെ അപ്ലൈനാണ് സജി പാർക്കിൽ. അദ്ദേഹം പറഞ്ഞതാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഏതെങ്കിലും 3 പിക്കപ്പ് സെന്റർ തുറന്നാൽ, ഒരു 10 മണിക്ക് ഏതെങ്കിലും 3 പിക്കപ്പ് സെന്റർ തുറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 3 ID സീലിംഗാ. പിന്നെ കിട്ടുന്ന ഒക്കെ വാഷ് ഔട്ടാണ്. അപ്പോ അങ്ങനെയുള്ള പിന്നെ അതെന്തുകൊണ്ട് അത്രയും ആളുകൾ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞു. അപ്പോ ഇതൊക്കെ തീർന്നു പോയെന്ന് ചിന്തിക്കണോ? നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോ ഓരോരുത്തരും നിങ്ങളുടെ വാർഡില് എത്ര ആളുകൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചിന്തിച്ചു നോക്കി. നിങ്ങള് കുറഞ്ഞ ആൾക്കാരെ അത് സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ല. കുറച്ച് ആൾക്കാർ പേസ്റ്റ് വാങ്ങി, അല്ലെ ബ്രഷ് വാങ്ങി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ടോയ്ലറ്റ് ക്ലീനർ വാങ്ങി ഉപയോഗിച്ച് പോയി എന്നല്ലാതെ സീരിയസ് ആയി ഇതിനെ ഏറ്റെടുത്ത വ്യക്തികൾ വളരെ കുറവാണ് ഇപ്പോഴും. അപ്പൊ നമുക്ക് എന്തുണ്ട്, അവരെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു ടൈം നമ്മൾ എടുക്കണം. അതിനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ.
വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ ഇല്ല, മറ്റൊന്നും ചെയ്യാനില്ല. നമ്മളെ കൂടെ ആളുകളൊക്കെ എത്തുക. അതിന് നമ്മളിൽ ചെറിയൊരു മാറ്റം വരുത്തണം. നമ്മളിൽ മാറ്റം വരുന്നതാ, നമ്മള് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പുള്ള വേഷവിധാനത്തിലാവരുത് എന്ത് ബിസിനസ്സിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ. നമ്മളിൽ മാറ്റം കാണിച്ചു, ഡ്രസ് കോഡിൽ മാറ്റം വരണം. ഇപ്പോൾ ജെൻസ് ഒക്കെ ആണെങ്കിൽ ഇൻസൈഡിലേക്കും എക്സിക്യൂട്ടീവ് ഡ്രസ്സിലേക്ക് വരണം. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു സ്യൂട്ട് ഇട്ട്, എന്റെ വീട്ടിൽ തന്നെ സ്യൂട്ട് ഇട്ട് ഞാൻ ഇവിടെ ഇതിന്റെ മേലെ ഇട്ടിട്ട് പറയാൻ നിൽക്കാൻ കാരണം, ഇതിന്റെ ഒരു നമ്മളെന്താ പോലീസുകാരൻ പിന്നെ കള്ളി ഷർട്ട് ഇട്ടിട്ടാണോ പണിക്കിറങ്ങുന്നത്? കാക്കിയും തൊപ്പിയും ബെൽറ്റും ഒക്കെ ഉണ്ടല്ലേ. അതേപോലെ നമുക്ക് ഒരു ഡ്രസ് കോഡ് നമുക്ക് കമ്പൽസറി ആണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളുടെ ടീം നാളെ ചെയ്യും. ഇന്ന് നമ്മൾ ഏത് ഡ്രസ് കോഡിലാണോ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ടീം ചെയ്യുള്ളൂ. പീപ്പിൾ ആൾവേസ് ഡു വാട്ട് യു ഡു, നോട്ട് വാട്ട് യു സേ എന്നാണ്. ആൾക്കാർ എപ്പോഴും ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്യുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് വേറെയാണെങ്കിൽ ആ വേറെ ചെയ്യുന്ന കാര്യമാണ് ആര് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യമല്ല നമ്മൾ ടീം ചെയ്യുക. അതുകൊണ്ട് ആദ്യം നമ്മളിൽ മാറ്റം ഉണ്ടാവണം. അത് കാരണം നമുക്ക് പിന്നെ നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, സീരിയസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഡ്രസ് കോഡിൽ അത് മനസ്സിലായി. അപ്പൊ ലേഡീസ് ഞങ്ങൾ എന്താ പാൻസ് ഇടാൻ പറ്റുമെന്നുള്ളത്, ലേഡീസ് പാൻസ് ഒന്നും ഇടണ്ട. ലേഡീസ് എന്ത് ചെയ്താൽ മതി, ലേഡീസ് നല്ല കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങിപ്പോയാൽ മതി. അതായത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നല്ല വരുമാനം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ആ വരുമാനത്തിനനുസരിച്ച്, നമ്മൾ പറയുന്ന വരുമാനത്തിനനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് മെല്ലെ മെല്ലെ നമ്മളെ ഡ്രസ്സിങ് മാറി വരണം. പിന്നെ ലേഡീസിന് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ നല്ല പിന്നെ ഓർണമെന്റ്സ്, ഗോൾഡിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു റിച്ച്നെസ്, ഇതിൽ വല്ലതും കിട്ടുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക്. എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്? എന്തെങ്കിലും കിട്ടാനല്ലേ, ഈ ബിസിനസ് എന്തെങ്കിലും കിട്ടാനല്ലേ. അപ്പൊ ആ കിട്ടുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ ഇതും. ഒരു കുറച്ചൊക്കെ ഒരു ടീമൊക്കെ ആയി കഴിഞ്ഞാൽ തുടക്കത്തില് ഒന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു സ്കൂട്ടറൊക്കെ എടുക്കാം. അതൊരു മാറ്റാണ്, അത് ഒരു ടൂളും കൂടിയാണ്. അപ്പൊ അങ്ങനെ മാറ്റം കാണിച്ചെടുക്കുക. പിന്നെ ഒരു STC ഒക്കെ ആവുന്ന സമയത്ത്, നല്ല വരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സ്കൂട്ടർ മാറി കാറിലേക്ക് വരണം. കാരണം എന്താ, നമ്മളിത് ചെയ്യുന്നത് ആ മാറ്റം കാണിക്കാനല്ല സർക്കാർ. ഒന്ന്, നമുക്ക് കൂടുതൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, കൂടുതൽ ആളുകളെ കാണേണ്ടതുണ്ട്. അതിന് നമുക്ക് കാർ അത്യാവശ്യമാണ്. ബൈക്കിൽ അത്രയും ദൂരം പോലൊന്നും സാധിക്കൂല. അപ്പൊ AC കാർ തന്നെ വേണം. അപ്പൊ അതിനാണ്. പിന്നെ കാർ എടുക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ടോ, കാറൊക്കെ വാങ്ങുന്നേ, എല്ലാരും പറയല്ല, കാറൊക്കെ വാങ്ങിയേക്കും. പക്ഷെ ഒരു കല്യാണ കുടുംബത്തിൽ വന്നാൽ അച്ഛനും അമ്മയ്ക്കും പോണം, ഭാര്യയ്ക്കും പോണം. ഡ്രൈവർ ആരാണ്? ഡ്രൈവർ ഞാൻ തന്നെ. അപ്പൊ കല്യാണത്തിന് പോലായി മാറും കാറ്. കല്യാണത്തിന് പോയാൽ കാറ് കല്യാണത്തിനാണ് പോവുക. പക്ഷെ കാറ് കല്യാണത്തിന് പോകാനല്ല. കല്യാണത്തിന് ഇവിടെ ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കല്യാണത്തിന് പോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോളാൻ പറയാം, അല്ലെങ്കിൽ വേറെ എന്താ വിളിച്ചു പോയിക്കോളാൻ പറയാം. നമ്മള് കാറുമായിട്ട് ഇടവേണ്ട ഫീൽഡിലാണ് വേണ്ടത്. മിക്കവാറും ശനിയും ഞായറും ഒക്കെ ആയാലും കല്യാണം ഉണ്ടാകുക. ശനിയും ഞായറാണ് നമുക്ക് എന്നുള്ളത്, നമുക്ക് സീരിയസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും മീറ്റിംഗും ഒക്കെ ഉണ്ടാകുക. അന്നേരം നമ്മള് അത് പരിപാടിക്ക് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഫീൽഡിൽ. അപ്പോ ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ, ലീഡേഴ്സ് പറയുന്ന ട്രെയിനിങ്, മീറ്റിംഗ്, പ്രോഗ്രാം ഇന്ന സിസ്റ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മളെ മാറാൻ, നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡ്രസ് കോഡിലൊക്കെ മാറാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, ഇവിടെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്കും പെരുമാറ്റത്തിലേക്കും നമ്മൾ മാറുകയാണെങ്കിൽ, നമ്മുടെ കൂടെ കുറെ ആളുകൾ, നമ്മളൊരു മാഗ്നറ്റായി മാറണം, നമ്മൾ ആകർഷിക്കുന്ന. അപ്പൊ അതിനനുസരിച്ചുള്ള നോളജ് ഉണ്ടെങ്കിലേ ആൾക്കാർ നമ്മളോടൊപ്പം വരുള്ളൂ. അപ്പൊ ആ നോളജ് നമ്മൾ എവിടുന്നൊക്കെയാണോ കിട്ടുക അവിടുന്നൊക്കെ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ചിട്ട് നമ്മളൊരു മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ, ടീമിന്റെ ബലം കൂടും. ആളെണ്ണം കൂടി കഴിഞ്ഞാൽ ശക്തി കൂടി. അത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യാൻ കമ്പനി ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ ഓൾ ഓവർ ഇന്ത്യ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. ഇപ്പൊ ടെക്നോളജിയിലെ ഫോണും വാട്സപ്പും ഗൂഗിൾ മീറ്റും ഒക്കെ ഉള്ളത്, നമുക്ക് എവിടെയുള്ള ആളുകളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറഞ്ഞ NTC എന്ന റാങ്കിലാണ്. 2 കോടി കഴിഞ്ഞ് 2.25 കോടിന്റെ മേലെ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോ. പക്ഷെ ഞാൻ ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഈ വർഷം CTC എന്നുള്ള റാങ്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്.
അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം, ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്റെ ടീമിൽ ഇപ്പം നിലവിലുള്ള STCകളെ NTCയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അതേപോലെ തന്നെ DTCകളെ മിനിമം STC എങ്കിലും ആക്കാനുള്ള ശ്രമം നടത്തും. TCകളെ മിനിമം പിന്നെ DTC എങ്കിലും ആക്കാനുള്ള ശ്രമം നടത്തും. ഇതിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് റാങ്കിലേക്ക് ഇവിടെ കയറിപ്പോ, റാങ്ക് നമുക്കൊരു മയിൽക്കുറ്റി പോലെയാണ്. അത് ഇങ്ങനെ കഴിഞ്ഞ് എത്ര കഴിഞ്ഞു പോയി എന്നുള്ള, എത്ര പൈസ വാങ്ങി എന്നുള്ളതിന് ഒരു മയിൽക്കുറ്റി മാത്രമാണ് റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ റാങ്കിനെ പറ്റി പറയുന്നത് ഈ പിന്നെ ഇവിടെ ഹറാമാണോ കള്ളില്ലേ, കള്ള് ചെത്തിയിറക്കുന്ന സമയത്ത് ഭയങ്കര മധുരക്കളാണ്. ഈ ചെത്തിയിറക്കിയ കള്ള് പിന്നെ അന്നേരം നല്ല ടേസ്റ്റാണ് മധുരം കുടിക്കാൻ. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പുളിക്കും. കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കയ്പായിരിക്കും. പിന്നെയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നാറിയിട്ട് എടുക്കാൻ പറ്റൂല. ഇതേപോലെ റാങ്കും. അപ്പൊ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ TCയിൽ എത്തിയ വേഗം എന്താക്കിക്കൂടാ, ATC ആവുക. ATC കഴിഞ്ഞാൽ വേഗമായി പുളിക്കാൻ നിൽക്കരുത്, നാറാൻ നിൽക്കരുത്. അങ്ങനെ റാങ്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇക്കൊല്ലം തന്നെ ഞാൻ CTC റാങ്ക് പ്ലാൻ ചെയ്യുന്നത്. സംഭവിക്കും, കാരണം നമുക്ക് കൂടെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കും. ITC പിന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ 2-2.5 വർഷം കൊണ്ട് ITC റാങ്കിലേക്ക് എത്തും. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% സക്സസ് ആണെന്ന് ഞാൻ പറയും ഇപ്പോ. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരൊറ്റ മകളാണുള്ളത്. ആ മകളുടെ കല്യാണം മകളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ നടത്തി കൊടുത്തു. ഈ കഴിഞ്ഞ ഒക്ടോബർ 19 മകളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ മാരേജ് ഞാൻ ഇവിടെ കണ്ടക്ട് ചെയ്തു. എന്റെ ഫാമിലിയിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു മാരേജ് നടന്നത് എനിക്ക് ഓർമ്മല്ല. അപ്പൊ ആ രീതിയിൽ നടത്താൻ ഇത് പറ്റിയത് ഈ ഇൻഡസ്ട്രി എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഒരു ടെൻഷനും ഇല്ല, പെട്ടിയൊന്നും വെച്ചിട്ടില്ല. സാധനം കല്യാണ വീട്ടിൽ ഒരു പെട്ടി വെക്കാറുണ്ടല്ലോ ഇവിടെ. കല്യാണ പന്തലിടുന്ന ആള് പെട്ടി വരും, ഞാൻ ഇത് എവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ പൈസക്ക് പെട്ടിയാണ്, ഞാൻ പൈസക്ക് പെട്ടിയാണ് ഇവിടെ, പരിപാടി ഇവിടെ അല്ലാതെ അത് കൊടുത്തയച്ചാണ്. അപ്പൊ അങ്ങനെ ഈ അത്രയും പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഇത് നടത്താൻ എനിക്ക് പറ്റിയത് ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. അവളെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും, ഓർണമെന്റ്സ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് കൂടാതെ എന്റെ ഒരു ഇഷ്ടത്തിന് ഞാനത് കൊടുത്തത് 17 ലക്ഷം രൂപയുടെ ഒരു ഇലക്ട്രിക് നെക്സോൺ പിന്നെ കാറാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഈ ഇൻഡസ്ട്രി എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള, ഇത്രയും പവർ ഉള്ള ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ദൈവാധീനം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു. നമ്മൾ പറഞ്ഞേ, തുടക്കത്തിൽ നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ നമ്മളെ സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ ദൈവാനുഗ്രഹം ഇല്ലാത്ത ആളുകൾ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തെറിച്ചു പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ഏറ്റെടുക്കാതിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഇപ്പോഴിരിക്കുന്ന ആൾക്കാർ ദൈവാനുഗ്രഹം ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കാൻ തയ്യാറത്. എല്ലാവർക്കും ജീവിത വിജയം, വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.